ആരിഫ് ഹുസൈൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, അതായത് ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. അതാകട്ടെ, നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഏതാണ് ഇസ്രയേലിൻ്റെ ഉൽപ്പന്നം എന്നറിയാനുള്ള ആപ്പുകളുണ്ട്. അതുപയോഗിക്കണം. മാത്രമല്ല, നമ്മുടെ കുട്ടികളെ ഇക്കാര്യത്തിൽ ബോധവാന്മാരാക്കാൻ മദ്രസകളിൽ ഇസ്രയേൽ വിരുദ്ധത പഠിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. ഇവര് ഈ പറയുന്ന സംഗതി, അതായത് ഇസ്രായേലിനെ ബഹിഷ്കരിക്കണം എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതിനുള്ള ആഹ്വാനം കൊടുത്തത് മൊബൈലിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? മൊബൈലല്ല, ഇതൊരു സദസ്സിൽ പറഞ്ഞതാണ്. അതായത് നമ്മുടെ കോഴിക്കോട്ട് നടന്ന ഒരു പരിപാടി, പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലുമായി പറഞ്ഞതാണ്. അതായത് V4 ആരിഫ് ഹുസൈൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വി റോർ ഫോർ ഗാസ എന്ന സ്ട്രീറ്റ് വാക്കിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ല, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇതാണ്. അതായത് ഈ ഒരു സംഗതി പറയണം എന്നുണ്ടെങ്കിൽ, അത് പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ മൊബൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറയാ, ഈ ഒരു ആഹ്വാനത്തിൽ ഒരു 0.72% ആത്മാർത്ഥതയെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളതാണ് അവരാദ്യം ചെയ്യുന്നത്. കാരണം ഈ മൊബൈൽ അവർ ഉപയോഗിക്കുമ്പോൾ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് OS ആണെങ്കിലും, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിന്റെ OS ആണെന്നുണ്ടെങ്കിലും, അത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിൽ നിർണായക പങ്ക് ഈ പറയുന്ന ഇസ്രായേലിനുണ്ട്. അതിൽ ജൂതന്മാർക്ക് ഉണ്ടെന്ന് തന്നെ പറയാം. ഇനി അതിനുശേഷം ഡീസൽ ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം അവര് അവിടെ ഇത് ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാർകോഡ് സിസ്റ്റമാണ് അവർ അതിനകത്ത് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് മുന്നേ ഞാൻ കണ്ടിരുന്നു, അതിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തൊക്കെ. ഈ ബാർകോഡ് സംവിധാനം, അതിന്റെ പേറ്റന്റ് ഇരിക്കുന്നത് ജൂതന്മാരുടെ കയ്യിലാണ്. അപ്പോ ഇവര് സത്യത്തിൽ ഈ വിഷയത്തിലേക്ക് അവരുടെ കുടിലമായി മതചിന്ത കുത്തിയിറക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു ലക്ഷ്യം വേറെ ഇല്ല, ഒരു നന്മയുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം വേറെ ഇല്ല എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വെക്കുന്ന ഇത്തരം ട്രാപ്പുകളിൽ പോയി തല വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ്. അതിന്റെ ഭാഗമായി അവർ നിന്നുകൊണ്ട് ഈ പറയുന്ന തരം തീവ്ര ഇസ്ലാമിക ചിന്ത കൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കുള്ള കൂടുതൽ വിസിബിലിറ്റിയും കൂടി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് ഇരകളായിട്ട് മാറുന്നത് സാധാരണ മുസ്ലിങ്ങളും കൂടിയാണ്. അവരും കൂടി ഇതിന്റെ ഭാഗമായിട്ട് മാറുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വിഷയം കൊണ്ട് ഇവരിത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഇസ്രായേലിനൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിൽ കുറെ കുഴപ്പമുണ്ടാക്കാനും കുട്ടിച്ചോറുണ്ടാക്കാനും ഇത് ധാരാളമാണ് എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ തുറന്ന് എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വഴി. ഇതിൽ ഈ പൊള്ളത്തരം പൊളിച്ചു കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ, ഒരു കണികയെങ്കിലും ആത്മാർത്ഥത ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പൊട്ടിച്ച് കളയുക. ഈ ഇസ്രായേലിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ ബാർകോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാതിരിക്കുക. കാരണം ബാർകോഡ് സംവിധാനം പോലും ഇസ്രായേലിന്റെ തന്നെ സംഭാവനയാണ്, ജൂതന്മാരുടെ സംഭാവനയാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ശ്രീ ആരിഫ് ഹുസൈൻ, അതായത് ഈ ഇസ്രയേൽ വിരുദ്ധത പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ തീവ്ര സംഘടനകളുമായി ഞങ്ങൾ വീണ്ടും വീണ്ടും ചേർന്ന് നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ, ഞങ്ങളും തീവ്ര സ്വഭാവമുള്ള സംഘടനയാണെന്ന് ആവർത്തിക്കാനല്ലേ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത്? ഇത് തീവ്ര സംഘടനയാണെന്ന് ആരോപിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴിയായിട്ട് അവർ അതിനെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അവർ റെലവന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ തന്നെ ഇത്തരം സംഗതികളിലൂടെ പ്രചരണം നടത്തുമ്പോൾ അതുവഴിയാണ് സത്യത്തിൽ അവരൊരു വലിയ മാനവിക ബോധമുള്ള, മാനവികതയൊക്കെ മുറ്റി നിൽക്കുന്ന ആളുകളാണെന്ന് പോലും അവർക്ക് സ്ഥാപിക്കാൻ പോലും സാധിക്കുള്ളൂ. അതാണ് ഇതിലൂടെ അവർ കണ്ടെത്തുന്ന ഒരു കുറുക്ക് വഴിയായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത്. അതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, നന്ദി ശ്രീ ആരിഫ് ഹുസൈൻ പ്രതികരിച്ചതിന്. എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈനാണ് വിഷയത്തിൽ പ്രതികരിക്കാനൊപ്പം ചേർന്നത്.